ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെയും നിഗൂഢതകളുടെയും അതിരുകൾ വികസിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് പ്രപഞ്ചത്തിലെ എല്ലാ സഹയാത്രികരെ സ്വാഗതം ചെയ്യുന്നു. ജ്യോതിഷ ലോകത്തിൻ്റെ, അതായത് നമ്മുടെ ആസ്ട്രൽ വേൾഡിൻ്റെ നിഗൂഢമായ ആഴങ്ങളിലേക്ക് ഒരു അസാധാരണമായ യാത്രയിൽ എന്നോടൊപ്പം ചേരുവാനായി എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. സ്വപ്നങ്ങൾ അസ്തിത്വത്തിൻ്റെ ഘടനയുമായി ഇഴ ചേർന്ന് സങ്കല്പിക്കാനാവാത്തത് സാധ്യമാകുന്നിടത്ത് യോഗാനന്ദ പരമഹംസ എഴുതിയ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ നിന്നാണ് ജ്യോതിഷ ലോകത്തിൻ്റെ വിവരണം എടുത്തിരിക്കുന്നത്. ജ്യോതിഷ ലോകത്തെക്കുറിച്ച്, അതായത് ആസ്ട്രൽ വേൾഡിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപ് നമ്മുടെ കൈവശമുള്ള 3 ശരീരങ്ങൾ, അതായത് 3 ബോഡീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തേത് നമ്മുടെ ഭൗതിക ശരീരമാണ്, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി. അതിന് നമുക്ക് വിശദീകരണമൊന്നും ആവശ്യമില്ല. ആത്മീയ ശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഭൗതിക ശരീരം പ്രധാനമായും ലോഹവും അല്ലാത്തതുമായ 16 രാസ സംയുക്തങ്ങൾ ചേർന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച 3 ശരീരങ്ങളാണ് നമ്മളുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നത്. അതിൽ ഒന്നാണ് നമ്മുടെ ഭൗതിക ശരീരം. അടുത്തതാണ് കാരണ ശരീരം, കോസൽ ബോഡി, അല്ലെങ്കിൽ കാര്യകാരണ ശരീരം. കാര്യകാരണ ശരീരം, അതായത് കോസൽ ബോഡിയെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ മനസ്സും ധാരണയും ഒന്ന് വിശാലമാക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിനെ വലയം ചെയ്യുന്ന മറ്റ് 2 ശരീരങ്ങൾ, അതായത് നമ്മുടെ ഭൗതിക ശരീരവും ജ്യോതിഷ ശരീരവും, ഈ 2 ശരീരങ്ങളുടെ കാരണമായതിനാലാണ് കാര്യകാരണ ശരീരത്തിന് ഈ പേര് ലഭിച്ചത്, അതായത് കോസൽ ബോഡി. കോസൽ ബോഡി ഈസ് ആക്ച്വലി ദ കോസ് ഓർ ദ റീസൺ ഓഫ് അവർ ആസ്ട്രൽ ആൻഡ് ഫിസിക്കൽ ബോഡി. കാര്യകാരണ ശരീരം അല്ലെങ്കിൽ കോസൽ ബോഡി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മനസ്സിലെയോ ബോധത്തിലെയോ ഉള്ള 35 അടിസ്ഥാന ആശയങ്ങളുടെ അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു സംയോജനമാണ്. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിന്തയുടെ ശക്തി നമുക്കെല്ലാം അറിയാം. നമ്മുടെ ചിന്തകൾക്ക് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അതിനാൽ ദൈവത്തിൻ്റെ മനസ്സിലെ 35 ചിന്തകളുടെ സംയോജനമാണ് കാരണ ശരീരം. ദൈവം പിന്നീട് ഈ 35 ചിന്തകളെ 2 സ്ഥൂലമായ സ്പന്ദനങ്ങളാക്കി 19 ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്തകളുടെ സൂക്ഷ്മ ജ്യോതിഷ ശരീരത്തിൻ്റെയും 16 ഭൗതിക മൂലകങ്ങളുടെ സ്ഥൂല ഭൗതിക ശരീരത്തിൻ്റെയും ഔപചാരിക പ്രകടനത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അത് ലളിതമാക്കാൻ ശ്രമിക്കാം. ഒരു കാർ ഫാക്ടറി സങ്കല്പിക്കുക. എഞ്ചിനീയർമാർ ഒരു പുതിയ കാർ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അവരുടെ മനസ്സിലാണ് ആ കാറ് സൃഷ്ടിക്കുന്നത്, അതായത് ചിന്തകളുടെ രൂപത്തിൽ. അവർ കാറിൻ്റെ ബോഡി, കാറിൻ്റെ ആക്സലറേറ്റർ, പെയിൻറ്റിൻ്റെ കളർ, സ്റ്റീറിങ് മുതലായവയെക്കുറിച്ച് അവരുടെ മനസ്സിലാണ് ചിന്തിക്കുന്നത്. ഈ ചിന്തകളെ നമുക്ക് കാറിൻ്റെ കാരണ ശരീരം അല്ലെങ്കിൽ കോസൽ ബോഡിയായിട്ട് എടുക്കാം. എന്നിട്ട് അവർ ഈ ചിന്തകളെയെല്ലാം കൂടി ഒരുമിപ്പിച്ച് ഈ കാറിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അവർ പേപ്പറിൽ ഉണ്ടാക്കി എടുക്കുന്നു. ഈ ബ്ലൂ പ്രിൻറ്റിനെ നമുക്ക് ആസ്ട്രൽ ബോഡി എന്നും വിളിക്കാം. എന്നിട്ട് അവർ ഈ ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ കാർ അവർ ഉണ്ടാക്കുന്നത്, അതായത് ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ഭൗതിക ശരീരം. നമ്മുടെ കാര്യത്തിൽ ആ എഞ്ചിനീയർ ഭഗവാനാണ്, ദൈവമാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ജ്യോതിഷ ലോകവും ജ്യോതിഷ ശരീരത്തെയും കുറിച്ച് സംസാരിക്കുന്നതാണ്.
അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ഗുഡ് ബൈ.